ഗൈസ് നമ്മളിന്ന് കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ട്, കടൽ ഞണ്ട്. നമ്മളിന്ന് ഞണ്ട് വെച്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. നല്ല ഞണ്ടാണ് എടുത്തേക്കുന്നത്. ഇതേ ഞണ്ടിൻ്റെ പൊന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ സൈസ് ഞണ്ടാണ് എടുത്തേക്കുന്നത്. 1 2 3 4 5 6 7 8 9 ഞണ്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഞണ്ട് വെച്ചിട്ടുള്ള റോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം മൊത്തം. നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം നമുക്ക്. നമ്മളെ പുഴുങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നല്ല വെള്ളം കുറച്ച് ഒഴിച്ച് ഞണ്ടിനാദ്യം പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയിട്ടാണ് നമ്മൾ പൊളിക്കുന്നത് ഞണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഞണ്ടും പെറുക്കി വെക്കാം. പക്ഷേ പുഴുങ്ങാൻ വേണ്ടി ഓരോ ഞണ്ടിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഞണ്ട് വെന്തോണ്ടിരിക്കുന്നു. കുറച്ച് ഒരു ശേരം കൂടി വേണം. എല്ലാ ഞണ്ടും നോക്കിയിട്ടുണ്ട്. ഉപ്പാണെന്ന് തോന്നി ഇറങ്ങി വന്നത്. പല പോലെ തന്നെ ഉണ്ട്. നന്നായിട്ട് വേകട്ടെ. എന്നിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് റോസ്റ്റ് അടിക്കാം. ഞണ്ട് റോസ്റ്റ് ഇഷ്ടമാണോ? ഐസേ സൈഡിൽ കൂടിയൊക്കെ നല്ല ആവി വരുന്നുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട് സാധനം. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. തീ ഇത്തിരി കുറച്ച് വെച്ചിട്ട് തുറന്ന് നോക്കാം. അതായത് നമുക്ക് ഓഫാക്കിയിട്ട് തുറന്ന് നോക്കാം. നമുക്ക് ഓഫാക്കി ഗ്യാസ് ഓഫാക്കി കടത്തുണ്ണി എടുത്തിട്ടില്ല. നമ്മൾ മുണ്ട് വെച്ചിട്ടാണ് തുറക്കുന്നത്. അടി സെറ്റായിട്ടുണ്ട് സാധനം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞണ്ടിനെ പൊളിച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല കളർ ഞണ്ട്. ഗൈസ് ഇത് കണ്ട ഞണ്ടിൻ്റെ കളർ കണ്ട നല്ല ചുമന്നിരിക്കുന്നു. സൂപ്പർ. ഇനി എല്ലാ ഞണ്ടിനെ നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കളർ ചുമന്നിരിക്കുന്നു. ഇപ്പം നന്നായിട്ട് വെന്ത് സെറ്റായി. ഇനി നമുക്കിത് പൊളിച്ചെടുക്കാം. പക്ഷെ ചെറിയ ചൂടുണ്ട്.
ഞണ്ടിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല മണമുണ്ടോ അതിൻ്റെ? മണമുണ്ടോ? ഇഷ്ടമല്ല. ഞണ്ടിൻ്റെ മണം ഇഷ്ടമല്ലേ? ആയത്തെ നമ്മൾ ഞണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട്. ഇച്ചിരി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് നമുക്ക് ഞണ്ടിനെ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. നമ്മൾ ചട്ടി വെച്ചിട്ട് നമുക്ക് അത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് സവോള ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞതാണ്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മളിതെല്ലാം അരിഞ്ഞു വെച്ചേക്കുമായിരുന്നു. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. വേപ്പില കണ്ട് പക്ഷേ ഇത് വാടി വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടോ, നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാത്തി പറക്കില്ല. മുളക് പൊടി, കുരുമുളക് പൊടി ഇടും. കുരുമുളക് പൊടി, മസാലപ്പൊടി, പുളി ഇപ്പോഴല്ല, ഇത് പുളിയാണേ, പുളി ഇപ്പോഴല്ല. നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഞണ്ടിനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഞണ്ടിലിടാൻ പോവാണ്. കിട്ടോ മതി. ഞണ്ടിൻ്റെ പൊന്നും കാര്യങ്ങളൊക്കെ അത് ഇട്ടേക്കും. നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിക്കണം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കൊന്ന് മറിച്ചിടാം. വരച്ചെടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്താ മസാലയൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. സെറ്റ്. നമുക്കിനി ഒന്ന് കഴിച്ച് നോക്കാം സാധനം. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഇലയിൽ ചോറിട്ട് അത് കഴിഞ്ഞിട്ടേ എനിക്കൂടെ ഇട്ടോ, മൊത്തം ഇട്ടോ.
ചോറിൽ ഞണ്ട് വെച്ചിട്ടുണ്ട്. കഴിക്കി, കടിച്ച് കഴിക്കി. എങ്ങനെയുണ്ട്? കഴിക്കി. ഞണ്ട് കടിച്ച് കഴിക്കും. ഞണ്ട് കടിച്ചോളം കഴിക്കുക. പൊട്ടിക്ക്. നമുക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ദിദ്യ ടേസ്റ്റ് ചെയ്ത് അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഇത് ഞണ്ട് കടിച്ച് തിന്നണം. അടിപൊളി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ. എന്ത് നൈസ്. ഉണ്ടാ മാംസം മാത്രമേ ഉള്ളൂ. വേപ്പില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം.